الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أيها الإخوان، أوصيكم عباد الله أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. بسم الله الرحمن الرحيم. وإذا سألك عبادي عني فإني قريب أجيب دعوة الداع إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. ബഹുമാനവും ഏറെ സ്നേഹവുമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരങ്ങളെ, അളവറ്റ ദയാപരനും കരുണാവാരിധിയുമായ നമ്മുടെയും നാം അധിവസിക്കുന്ന ഈ മഹാപ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടാവും സംരക്ഷകനുമായ ജഗനിയന്താവിൻ്റെ കൽപ്പനകൾ കണ്ണടയുന്നതുവരെ പാലിച്ചുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ എന്നാമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, വിശുദ്ധ റമദാൻ 25 അവസാന വെള്ളിയാഴ്ചയിലാണ് നമ്മളുള്ളത്. 1000 മാസങ്ങളെക്കാൾ നന്മ നിറഞ്ഞ അനുഗ്രഹീത രാത്രി ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ച് കഴിയുന്ന വിശ്വാസികൾക്ക് ഇനി പ്രാർത്ഥനയുടെയും തൗബയുടെയും നാളുകളാണ് മുന്നിലുള്ളത്. അൽഹംദുലില്ലാഹ്, ഈ പ്രതികൂലമായ സാഹചര്യത്തിലും കഠിന ചൂടിലും ചിട്ടയോടെ നോമ്പെടുത്തുകൊണ്ട് രാത്രി കൂടുതൽ ആവേശത്തോടെ തറാവിഹ് നമസ്കാരങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട് ഖുർആൻ പാരായണത്തിൽ മുഴുകിക്കൊണ്ട് ദിക്ർ ദുആകളിൽ ആത്മാർത്ഥമായി
ഭക്തിയോടെ പടച്ച റബ്ബിൻ്റെ മുമ്പിൽ വിനയാന്വിതരായിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമയങ്ങളെ ഇനിയും നാം തള്ളി നീക്കേണ്ടതുണ്ട്. നമുക്കറിയാവുന്ന പോലെ നമ്മൾ ആലോചിക്കേണ്ടത്, വിശുദ്ധ ഖുർആൻ അവതരിച്ച ഈ മാസത്തിൽ ഖുർആൻ ഒരാവർത്തി മുഴുവൻ ഓതി തീർന്നോ എന്നത് ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളും ആത്മാർത്ഥമായി ഒന്ന് വിലയിരുത്തണം. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസത്തിൽ റമദാനിനേക്കാളും ലൈലത്തുൽ ഖദറിനേക്കാളും മഹത്വമുള്ള ഈ പരിശുദ്ധ ഖുർആൻ ഒരാവർത്തി ആദ്യം മുതൽ അവസാനം വരെ ഓതി തീർത്തിട്ടില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള ദിനങ്ങൾ അത് പരമാവധി ഓതി തീർക്കുവാൻ രാവും പകലും നമ്മൾ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. പറന്നുയർന്ന വിമാനത്തിൽ എനിക്ക് ടിക്കറ്റ് ഉണ്ടായിരുന്നു എന്ന് വിമാനം പുറപ്പെട്ടതിന് ശേഷം പറഞ്ഞിട്ട് വിലപിച്ചിട്ട് കാര്യമില്ല. ചൂളം വിളിച്ച് പായുന്ന ട്രെയിനിൽ എനിക്ക് ടിക്കറ്റ് ഉണ്ടായിരുന്നു, ഞാൻ അതിൽ യാത്ര ചെയ്യേണ്ടവനായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഇനിയൊരു ഉപകാരവുമില്ല. അത് പോയി, അത് വിട പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, 24-ലധികം ദിനങ്ങൾ റമദാനിൽ നിന്ന് വിട പറഞ്ഞു. ഇനിയുള്ള 5-6 ദിനങ്ങളിൽ നമുക്കെന്ത് ചെയ്യാനാകും എന്ന് ആത്മാർത്ഥമായി ഞാനും നിങ്ങളും പരിശോധിക്കണം. ഇനി എന്ത്, എത്രത്തോളം? ഒന്നാമതായി ഓർമ്മപ്പെടുത്താനുള്ളത് തൗബയെക്കുറിച്ചാണ്. തൗബയെക്കുറിച്ചാണ്. പ്രിയപ്പെട്ടവരെ, മരിച്ചു കിടക്കുന്ന ഒരു മയ്യത്തിനെ നമ്മൾ മുന്നിൽ കാണണം, ഒരു ജനാസയെ. ഈ വിശുദ്ധ റമദാനിൽ തന്നെ നമുക്ക് പരിചയമുള്ള, നമുക്ക് പ്രിയപ്പെട്ടവരായ എത്രയാളുകളുടെ ജനാസയിലാണ് ഞാനും നിങ്ങളും പങ്കെടുത്തത്. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുമാറാവട്ടെ, സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അങ്ങനെ മരിച്ചു കിടക്കുന്ന നമ്മുടെ മുമ്പിലുള്ള ഒരു ജനാസയെ ഒന്ന് തട്ടി വിളിച്ച് ഒരു വാക്ക് സംസാരിക്കാനുള്ള അവസരമുണ്ടായിരുന്നുവെങ്കിൽ ആ ജനാസയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം പണിതീരാത്ത വീട് പൂർത്തിയാക്കണമെന്നോ, കെട്ടിച്ചയക്കാനുള്ള മക്കളുടെ ബാധ്യത തീർക്കണമെന്നോ, തൻ്റെ പദ്ധതികളും പ്രൊജക്റ്റുകളും തൻ്റെ പ്ലാനുകളും തൻ്റെ പ്രതീക്ഷകളും നടപ്പാക്കണമെന്നോ ആവുകയില്ല. അദ്ദേഹത്തിന് പറയാനുള്ള, ആ ജനാസക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം, പോകുന്ന ലോകത്ത് തനിക്ക് സുരക്ഷിതത്വം കിട്ടാൻ, സ്വർഗം കിട്ടാൻ, നരകമോചനം കിട്ടാൻ, പടച്ച റബ്ബിന്റെ മുന്നിലേക്ക് സമാധാനത്തോടെ തിരികെ മടങ്ങാൻ, എൻ്റെ ജീവിതത്തിൽ വന്ന പാപങ്ങൾ എനിക്ക് പുറത്തു കിട്ടണം എന്ന ഒറ്റ ആവശ്യമാണ് ആ മയ്യത്തിന് പറയാനുണ്ടാവുക. മരിച്ചവരുടെ കടം മക്കളേറ്റെടുക്കും. മക്കളേറ്റെടുത്തിട്ടില്ലെങ്കിലും ആ മയ്യത്തിന്റെ കടം ബന്ധപ്പെട്ടവർക്ക്, പ്രിയപ്പെട്ടവരെ, ആ മയ്യത്തിന്റെ അനന്തരാവകാശം വിട്ടേച്ചു പോകുന്ന സ്വത്തിൽ നിന്ന് നമുക്ക് വീട്ടാവുന്നതാണ്. മയ്യത്തിന്റെ കടങ്ങളും വേണ്ടി വന്നാൽ സക്കാത്തിന്റെ വിഹിതവും ആ മയ്യത്ത് എണ്ണം പിടിച്ചുകൊണ്ട് നോറ്റിട്ടില്ലാത്ത മാറ്റിവെച്ച നോമ്പുകളുടെ എണ്ണം അറിയുമെങ്കിൽ മക്കൾക്ക് അത് നോറ്റ് വീട്ടാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ 60 കൊല്ലത്തെ സമ്പാദ്യം നാട്ടിലും വിദേശത്തുമായി സമ്പാദിച്ചത് മുഴുവൻ തരാം നിങ്ങൾക്ക് പകരമായി, എൻ്റെ പാപഭാരമൊന്ന് ഏറ്റെടുക്കുമോ എന്ന് ചോദിച്ചാൽ ആരെങ്കിലും ഏറ്റെടുക്കാൻ തയ്യാറാകുമോ? അങ്ങനെ ആവശ്യപ്പെട്ടാൽ അത് നടക്കുമോ? ആരെങ്കിലും അങ്ങനെ ഞാൻ ഏറ്റെടുത്തു കൊള്ളാമെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിച്ചു പോകരുത്. കാരണം വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞത്, അല്ലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റാ, ഒരാളുടെ പാപഭാരവും മറ്റൊരാളും ഏറ്റെടുക്കുക തന്നെയില്ല, ഏറ്റെടുക്കുകയേയില്ല. അല്ലാഹുവിൻ്റെ കൽപ്പനയാണ്, തീരുമാനമാണ്, റബ്ബിൻ്റെ പ്രസ്താവനയാണ്, നിസ്സംശയം നാം വിലയിരുത്തേണ്ടുന്ന കാര്യമാണ്. അല്ലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റാ. അതുകൊണ്ട് ആരെങ്കിലും മേലെ ചാരി വെക്കാൻ പ്രതീക്ഷിക്കണ്ട. തെളിവുണ്ടായിട്ടും പ്രതികളെ വിടുന്ന കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ, നിരപരാധികളെ പ്രതികളാക്കിക്കൊണ്ട് കാണിക്കപ്പെടുന്ന ഈ ലോകത്ത് ജീവിക്കുന്ന നമ്മൾ, പരലോകത്തിന്റെ ചിത്രം ഇതാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഒരു അണു അളവ് പോലും ഒരാളോടും അനീതി കാണിക്കാത്ത ലോകമാണ്. അവിടെ വിചാരണയ്ക്ക് വിധേയമാക്കുന്ന പടച്ച റബ്ബിന്റെ ന്യായവും നീതിയുമാണ് ആ മഹ്ശറിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഒരാളെ പാപഭാരവും
മറ്റൊരാളും ഏറ്റെടുക്കൂല എന്ന് ഖുർആൻ ഖണ്ഡിതമായി പറയാണ്. പാപങ്ങളാവട്ടെ സ്വർഗത്തിന്റെ വഴിയിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് മുമ്പിൽ പ്രതിബന്ധം തീർക്കുന്ന തടസ്സങ്ങളാണ് എന്ന് നാം തിരിച്ചറിയണം. എന്ത് ചെയ്യും ഈ പാപങ്ങളെ, ഈ തെറ്റുകളെ, ഈ കുറ്റങ്ങളെ, ഈ തിന്മകളെ എന്ത് ചെയ്യും? നിരാശരാവേണ്ടതില്ല. ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ, തീർച്ചയായും നമ്മുടെ രക്ഷിതാവ് വിശാലമായി പൊറുക്കുന്നവനാണ്, മാപ്പ് നൽകുന്നവനാണ്. ഇതാണ് നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയേകുന്ന വചനം. ഇന്ന റബ്ബക, തീർച്ചയായും നിങ്ങളുടെ രക്ഷിതാവ് വാസിഉൽ മഗ്ഫിറ, അവൻ വിശാലമായി വിപുലമായ രീതിയിൽ തന്നെ ഒരു കുടിശ്ശതയുമില്ലാതെ അവൻ നിങ്ങൾക്ക് മാപ്പ് നൽകുന്നവനാണ്. വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. നമ്മളോതുന്ന ചെറിയ അധ്യായം സൂറത്തു നസ്ർ. അല്ലാഹ് പറയാൻ, നിങ്ങൾ അവനോട് പശ്ചാത്താപം തേടണേ, നിങ്ങൾ അവനോട് ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ടിരിക്കണേ, അവൻ നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. ഒരു ദിവസം ഒറ്റയിരിപ്പിൽ 70 തവണ 100 തവണ മഅ്സൂമായി ജീവിക്കാൻ ഭാഗ്യം നൽകിയ ലോകത്തിൻ്റെ നേതാവായ അൽ അമീനായി ജീവിച്ചു വളർന്ന അള്ളാഹുവിൻ്റെ കാവലിൽ പ്രത്യേക സംരക്ഷണത്തിൽ ജീവിക്കാൻ അള്ളാഹു അവസരം നൽകിയ റഹ്മത്തുൽ ലിൽ ആലമീനായ നമ്മുടെ നേതാവ് സ്വർഗം തുറന്ന് ആദ്യമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകിയ മുത്ത് നബിയാണ് ഒറ്റ ഇരിപ്പിൽ 1 തവണ 100 തവണ ഇസ്തിഗ്ഫാർ നടത്തിയിരുന്നത്. ഫഇന്നീ അതൂബു ഫിൽ യൗമി 100 മറ, 100 തവണ ഞാൻ ഒറ്റ ഇരിപ്പിൽ ഇസ്തിഗ്ഫാർ നടത്താറുണ്ട്. പാപം ചെയ്യാത്ത റസൂലുള്ളാഹിയുടെ ജീവിതമാണിത്. അതുകൊണ്ടാണ് ഖുർആൻ നമ്മളോട് ചോദിക്കുന്നത്, അഫലാ യതൂബൂന ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യുന്നില്ലയോ, അല്ലാഹുവിലേക്ക് നിങ്ങൾ ഖേദിച്ച് മടങ്ങുന്നില്ലയോ? വയസ്തഗ്ഫിറൂനഹു, അവനോട് നിങ്ങൾക്ക് ഇസ്തിഗ്ഫാർ തേടിക്കൂടെയോ? അള്ളാഹു പറയാൻ, ഇസ്തിഗ്ഫാർ ചോദിച്ചുകൂടെ, അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിക്കൂടെ? വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്, കരുണാനിധിയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. പ്രിയപ്പെട്ടവരെ, ജുഹൈന ഗോത്രത്തിലെ ഒരു സ്ത്രീ വ്യഭിചരിച്ചു. ആ സ്ത്രീ വന്ന് റസൂലുള്ളാഹിയോട് പറയാൻ, ത്വഹിർനി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എന്നെ ശുദ്ധീകരിക്കണം, എനിക്ക് തൗബ കിട്ടണം. കണ്ണടയുന്നതിന് മുമ്പ് ഈ പാപവുമായി പരലോകത്തേക്ക് പോകാൻ കഴിയില്ല, നരകം സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എനിക്ക് പാപമോചനം കിട്ടണം, തൗബ കിട്ടണം. അതുകൊണ്ട് ത്വഹിർനി യാ റസൂലല്ലാഹ്, എന്നെ ശുദ്ധീകരിക്കണം. ഹദ്ദ് എന്ന വ്യഭിചരിച്ചാലുള്ള ശിക്ഷ നടപ്പാക്കിക്കൊണ്ട് പരസ്യമായി എറിഞ്ഞു കൊന്നുകൊണ്ട് ഏറിന് സേറ് ശിക്ഷയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് എൻ്റെ മേൽ തൗബ നടപ്പാക്കണം. ജുഹൈന ഗോത്രത്തിൽ ആ പെണ്ണ് വന്നിട്ട് പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ മൈതാനത്ത് വിളിച്ചുകൂട്ടി ആ ഗ്രൗണ്ടിൽ വെച്ചിട്ട് എറിഞ്ഞു കൊന്നു. തൗബ, പശ്ചാത്താപം. ആ സ്ത്രീക്ക് അല്ലാഹുവിന്റെ റസൂൽ തൗബ ചെയ്ത പെണ്ണിന്, എറിഞ്ഞ് കൊല്ലപ്പെട്ട വ്യഭിചാരിയായ പെണ്ണിന് അല്ലാഹുവിന്റെ റസൂൽ ജനാസ നമസ്കരിക്കുകയാണ്. ഉമർ റളിയല്ലാഹുവിന് അപ്പുറത്തുണ്ട്, കുറച്ചു മുമ്പ് ഇവരാണ് ഇതൊക്കെ നടപ്പാക്കിയത്. ഉമർ റളിയല്ലാഹുവിന് ചോദിക്കുകയാണ്, അതുസല്ലി അലൈഹാ വഖദ് സനത്, നബിയേ ആ വ്യഭിചരിച്ച പെണ്ണിന് നിങ്ങൾ നമസ്കരിക്കുകയാണോ? ആ വ്യഭിചരിച്ച ഹദ്ദ് ശിക്ഷ നടപ്പാക്കിയ പെണ്ണിനെ നിങ്ങൾ മയ്യത്തസ്കരിക്കുകയാണോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലഖദ് താബത് തൗബതൻ ലൗ ഖുസിമത് അലാ 70. ആ പെണ്ണ് ചെയ്ത ഒരു പശ്ചാത്താപമുണ്ട്. ആ പശ്ചാത്താപം വിശുദ്ധരായ നിങ്ങൾക്ക് 70 സഹാബത്തിനിടയിൽ ഭാഗിച്ചാൽ ആ പെണ്ണിന്റെ തൗബയാണ് വേറിട്ട് നിൽക്കുക. 70 സഹാബത്തിനേക്കാളും മികച്ച തൗബയാണ് ആ പെണ്ണ് ചെയ്തത് എന്നാണ്. ആ പെണ്ണിന്റെ തൗബ അള്ളാഹു സ്വീകരിച്ചു എന്നാണ്. ഉമർ റളിയല്ലാഹുവിന് പിന്നെ ഒന്നും മിണ്ടേണ്ടതില്ല. അള്ളാഹിന്റെ റസൂൽ വഹീന്റെ വെളിച്ചത്തിൽ സംസാരിച്ചതാണ്. മാഇസ് റളിയല്ലാഹു അൻഹു ഇങ്ങോട്ട് വന്നുകൊണ്ട് പറയുകയാണ്, നബിയേ എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഒന്നും കൂടി ആലോചിക്കുന്നു പറയാൻ, നബിയേ ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ട്, വ്യഭിചരിച്ചു പോയിട്ടുണ്ട്, കല്ലെറിഞ്ഞാലും എൻ്റെ മേൽ ഹദ്ദ് നടപ്പാക്കണം എന്നാണ്.
നിങ്ങൾ ആലോചിക്കണം, ഒരാളും ഇത് അറിഞ്ഞിട്ടില്ല, പരസ്യമായിട്ടില്ല, ഒരു മീഡിയയും ഇത് വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടില്ല അക്കാലത്ത്. എന്നിട്ടും ഇങ്ങോട്ട് വന്ന് പറയുകയാണ്. കാരണം മായിസ് റളിയല്ലാഹു അൻഹു കണ്ട് കേട്ട ഒരു നരകമുണ്ട്. റസൂലുള്ളാഹിന്റെ നാവിലൂടെ കേട്ട, നബി കണ്ടത് പറഞ്ഞ ഒരു നരകം, മിഅ്റാജിന്റെ അന്ന് കണ്ട വ്യഭിചാരികൾക്കുള്ള ശിക്ഷയെക്കുറിച്ച് പറഞ്ഞ ഭീകരമായ ചിത്രം മായിസ് റളിയല്ലാഹു അൻഹു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് കല്ലെറിഞ്ഞ് കൊലപ്പെടുത്തിയാലും, എന്നെ എല്ലാവരും കുറ്റപ്പെടുത്തിയാലും, ഞാൻ എല്ലാവരുടെ മുമ്പിൽ അവഹേളിക്കപ്പെട്ടാലും, എൻ്റെ മാനം നഷ്ടമായാലും പ്രശ്നമല്ല, പരലോകത്ത് എനിക്ക് രക്ഷ കിട്ടണം. അതാണ് വിഷയം. തൗബ എൻ്റേത്, അള്ളാഹു സ്വീകരിക്കണം. അതുകൊണ്ട് ഈ 5 മിനിറ്റ് ഇവരെറിഞ്ഞ് ഹദ് നടപ്പാക്കുമ്പോൾ, ശിക്ഷ നടപ്പാക്കുമ്പോൾ അത് സഹിക്കാൻ എനിക്ക് പറ്റും. 5 മിനിറ്റ് കൊണ്ട് എൻ്റെ ജീവൻ പോകും, മരിക്കും, അത് പ്രശ്നമല്ല. എന്നാലും തൗബ സ്വീകരിക്കുമല്ലോ. അതുകൊണ്ട് പരലോകത്തെ ശിക്ഷ സഹിക്കാൻ കഴിയില്ല. ഇവിടുത്തെ നടപ്പാക്കപ്പെടുന്ന ഹദ്ദിന്റെ ഏറിന്റെ കൊലശിക്ഷ എനിക്ക് സഹിക്കാൻ പറ്റും. പരലോകത്ത് മരണമില്ലാത്ത ജീവിതമാണ്. അതുകൊണ്ട് നരകത്തിന്റെ ഭീകരത കണ്ട് കേട്ട് പഠിച്ച മായിസ് റളിയല്ലാഹു അൻഹു തൗബ ചെയ്യാൻ അല്ലാഹു ആരാണെന്നറിയുമോ? അവൻ ഗഫൂറാണ്, ഗഫാറാണ്, പൊറുക്കുന്നവനാണ്, എല്ലാം പൊറുക്കുന്നവനാണ്, ഏറ്റവും നന്നായി പൊറുക്കുന്നവനാണ്, എത്രയുണ്ടെങ്കിലും മാപ്പ് സ്വീകരിക്കുന്നവനാണ്. അതുകൊണ്ട് തൗബ ചെയ്തോളൂ എന്നാണ് അള്ളാന്റെ ഓഫറാണ്. അള്ളാഹു വിനയത്തോടെ കാരുണ്യത്തോടെ നമുക്കറിയിച്ച സന്തോഷ വാർത്തയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപങ്ങൾ നമ്മളൊന്ന് ഓർക്കണം. നമ്മൾ മറന്നു, പക്ഷെ രേഖയിൽ ഇതൊക്കെ ഉണ്ട്. ഒന്നുകിൽ പുറത്തു കിട്ടണം. ഈ പാപമായിട്ട് പടച്ചവന്റെ അടുത്തേക്ക് മടങ്ങാൻ പറ്റൂല. അതുകൊണ്ടാണ് അള്ളാഹു വിളിക്കുന്നത്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം. കറണ്ട് ബില്ല് വരുമ്പോഴാണ് നമ്മൾ ഉപയോഗിച്ചതിൻ്റെ ജാഗ്രതക്കുറവ് നമുക്ക് ബോധ്യമാകുക. ഫോണിൻ്റെ ആ ലിസ്റ്റ് തീരുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മുടെ എമൗണ്ട് തീരുമ്പോഴാണ് ഞാൻ കുറച്ച് കൂടുതൽ ഉപയോഗിച്ചോ എന്ന് നമുക്ക് ബോധ്യമാകുക. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം. പാപങ്ങൾ ഒരുപാട് ചെയ്തു പോയ സഹോദര സഹോദരി, അതിൽ അതിര് വിട്ടുപോയി നിങ്ങളെങ്കിൽ, പാപം ചെയ്യുന്നിടത്ത് അതിര് വിട്ടുപോയി. കാരണം ഇതിൻ്റെ ഇടക്കിടക്ക് ഇതിൻ്റെ കണക്കെടുപ്പില്ല, ഒക്കെ രേഖയിലുണ്ടേനും. ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. നിങ്ങൾ ഓർത്തെടുക്കണം നിങ്ങളുടെ പാപങ്ങളെ, നിങ്ങളുടെ കഴിഞ്ഞുപോയ കാലഘട്ട ജീവിതങ്ങളെ. ഓർമ്മയിലുണ്ടെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായി ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങളാരും നിരാശപ്പെടേണ്ടതില്ല. അള്ളാഹിൻ്റെ കാരുണ്യം വിശാലാണ്, നിരാശ വേണ്ട. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ. അല്ലാഹു എല്ലാ പാപങ്ങളും പൊറുക്കാൻ ഒരുക്കമുള്ളവനാണ്. എല്ലാ പാപവും അല്ലാഹു പുറത്തു തരാൻ തയ്യാറാണെന്നാണ്. ചില പാപങ്ങൾ വേർതിരിച്ചെണ്ണി വൻ പാപങ്ങളെ. കൂമ്പാരമായി നീ തെറ്റ് ചെയ്താൽ തന്നെയും നീട്ടുന്ന കൈ തട്ടാത്ത റബ്ബാ പിന്നെയും. എത്ര തെറ്റ് ചെയ്താലും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ, ഇസ്തിഗ്ഫാർ തേടുമ്പോൾ, തൗബ ചെയ്യുമ്പോൾ കൈ തട്ടി മാറ്റൂല റബ്ബ് എന്നാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയിൽ മുഴുകുക, തൗബ ചെയ്യുക. വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്. പാപം പുറത്തു കിട്ടാൻ, നിങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചു കിട്ടാൻ ഒരു മഖ്ബറകളിലേക്കും പോകുന്നത് പരിഹാരമല്ല. ഒരു മരിച്ച ആളെയും മഹാത്മാവിനെയും ഒരു ഔലിയെയും വിളിക്കുന്നത് ഉത്തരം കിട്ടുന്നതിന് പ്രിയപ്പെട്ടവരെ പരിഹാരമല്ല. മൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്. അള്ളാന്റെ വെല്ലുവിളിയാണ്, അള്ളാന്റെ ചോദ്യമാണ്. ആരാണ് അല്ലാഹു അല്ലാതെ നിങ്ങൾക്ക് പാപം പുറത്തു തരാൻ? ആരാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്? അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനകൾ സമർപ്പിക്കേണ്ടത് അല്ലാഹുവിനോട് മാത്രമായിരിക്കണം. എന്നിട്ട് ഇതിനെ വിശദീകരിക്കണതോ അള്ളാഹിന്റെ റസൂലാണ്, ലോകത്തെ ഏറ്റവും വലിയ ഔലിയ, ലോകത്തെ പ്രവാചക ശൃംഖലയിലെ പ്രവാചകന്മാരുടെ അവസാനത്തെ കണ്ണി. ഈ ആയത്തിനെ വിശദീകരിക്കാൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്, എന്നോട് പ്രാർത്ഥിക്കണമെന്ന് മുത്തുനബി പറഞ്ഞിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്. ആരാണ് അല്ലാഹു അല്ലാതെ പാപം പൊറുക്കാൻ ഒരുക്കമുള്ളത്
ഈ ഖുർആൻ ഓതുന്ന ഒരു മനുഷ്യന് ഞാൻ പുറത്തു തരുന്നു പറയാൻ കഴിയില്ല. ജീവിക്കുമ്പോഴും കഴിയില്ല, മരിച്ചാൽ അത്രയും കഴിയില്ല. ഖുർആന്റെ ആയത്താണ്, യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ. അതുകൊണ്ട് വിശ്വാസികളെ, ആത്മാർത്ഥമായി നിങ്ങൾ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചുകൊണ്ട് ഖേദിച്ച് മടങ്ങുവീൻ. ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്യൂ അല്ലാഹു ആവശ്യപ്പെടാൻ, ആത്മാർത്ഥമായിട്ട്. വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന. അല്ലാഹുവിന്റെ തുറന്നു വെക്കപ്പെട്ട സ്വർഗത്തിലേക്കും അല്ലാഹു ഓഫറായി പ്രഖ്യാപിച്ച മഗ്ഫിറത്തിലേക്കും പാപമോചനത്തിലേക്കും നിങ്ങളൊന്ന് ധൃതിയിൽ ഓടിയെടുക്കുവീൻ. നാളെ ആകാന്ന് വെക്കണ്ട, ഇന്നെ തൗബ ചെയ്തോളൂ എന്നാണ്. കുറെ പേര് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ചു, നമുക്ക് പരിചയമുള്ളവരൊക്കെ ആ കൂട്ടത്തിലുണ്ട്. നമ്മൾ അവരുടെ ജനാസയൊക്കെ കണ്ടു. പ്രിയപ്പെട്ടവരെ, അവർ തൗബ ചെയ്തിട്ടുണ്ടോ? അവർ ഇസ്തിഗ്ഫാറും തൗബയും തേടിയിരുന്നോ? അവരെക്കുറിച്ച് പറയാനല്ല, നമ്മളെക്കുറിച്ച് ആലോചിക്കാനാണ്. അതുകൊണ്ട് മരിക്കണീന് മുമ്പ് നമ്മൾ തൗബ ചെയ്തു എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റണം. ഒരു വലിയ ചിന്തയുള്ള, വലിയ ആശയമുള്ള ഒരു കഥ വെറും 1/2 മിനിറ്റേ പറയാനുള്ളൂ. 2 വാചകമാണ് മലയാളത്തിലും അറബിയിലും. കഥ ഇതാണ്, ഖാല സഅതൂബു ഗദാ നാമ വലം യസ്തൈഖിദ്. കഥ കഴിഞ്ഞു. അയാൾ ഇന്ന് രാത്രി കിടന്നുറങ്ങിയപ്പോൾ പറഞ്ഞു, എനിക്ക് നാളെ ഒന്ന് തൗബ ചെയ്യണം എന്ന് പറഞ്ഞ് കിടന്നതാണ്. പിന്നെ അയാൾ ഉണർന്നില്ല. 2 വാചകം. കഥ കഴിഞ്ഞു, അയാളുടെ കഥയും കഴിഞ്ഞു. പ്രിയപ്പെട്ടവർ, ഇത്രയേ ഉള്ളൂ. നാളേക്കൊന്നും നീട്ടിവെക്കരുത്. അടുത്ത റമദാനാവട്ടെ എന്ന് മാറ്റിവെക്കേണ്ടതില്ല. ഒക്കെ ഈ റമദാന്റെ അവസാനത്തിൽ എനിക്ക് എത്രത്തോളം ആലോചന നമ്മുടെ ഭാഗത്തുണ്ടാവണം. لا ترجو فعل الخير يوما إلى غدي لعل غدا يأتي وأنت فقيد. സഹോദര സഹോദരി, നാളേക്ക് ഒരു കാര്യവും നീട്ടിവെക്കല്ല, മാറ്റിവെക്കല്ല. കാരണം നാളെ എന്ന ദിവസം ഇവിടെ ഉണ്ടാകും, പക്ഷേ നീ ഉണ്ടാവണം എന്നില്ല. എത്ര മനോഹരമായ ആശയം ധ്വനിപ്പിക്കുന്ന കവിതയാണ്. നാളെ എന്നുള്ള ദിവസം ഉണ്ടാവും, അടുത്ത കൊല്ലം റമദാനൊക്കെ ഉണ്ടാവും, നമ്മൾ ഉണ്ടാകുന്നൊരു ഉറപ്പില്ല. അതുകൊണ്ട് ഇപ്പോൾ എനിക്കെന്ത് എത്രത്തോളം ചെയ്യാൻ പറ്റും നമ്മൾ ആലോചിക്കണം. ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വൃത്തികേട് നിർത്തണം. തൗബന്റെ ഉപാധി അതാണ്. ലോട്ടറി എടുക്കുന്ന ശീലാണോ? അതല്ല സോഷ്യൽ മീഡിയയിലൂടെ വൃത്തികേട് കാണുന്ന ദുശീലമാണോ? അതല്ല ഹറാമുകളുമായി ബന്ധപ്പെട്ട ജീവിതമാണോ? സ്വകാര്യ ജീവിതത്തിൽ പടച്ചറബ് പൊരുത്തപ്പെടാത്ത തിന്മകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരാണോ? അതല്ല നാളിതുവരെ 10-30 വയസ്സായിട്ടും ആ സഹോദരി തലയിൽ തട്ടമിട്ടുകൊണ്ട് ആത്മാർത്ഥമായി ഇസ്ലാമികമായ വേഷം ധരിച്ച് ജീവിക്കാൻ ഭാഗ്യം ലഭിക്കാത്തവളാണോ? ഒരു തീരുമാനെടുക്കുക. ഇനി മുതൽ ഞാൻ റബ്ബ് പറഞ്ഞതുപോലെ ജീവിച്ചു കൊള്ളാം. ആ തിന്മകൾ അവസാനിപ്പിക്കുക. ഓൺലൈൻ ചൂതാട്ടം വരെ വ്യാപകമായി വിരൽത്തുമ്പിൽ നമ്മുടെ റൂമിലിരുന്നു കൊണ്ട് ലോകത്തെവിടെയും നടത്താവുന്ന പിടിക്കപ്പെടുമ്പോഴാണ് ഇതിന്റെ കണ്ണികളും ശൃംഖലകളും വിളിക്കു വരുന്നത്. അള്ളാന്റെ രേഖയിൽ ഇതുണ്ട്, മറച്ചു വെക്കാൻ പറ്റൂല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തിന്മ ഹറാം വൃത്തികേടാണെന്ന് ബോധ്യപ്പെട്ടാൽ നിർത്തുക, എന്നിട്ട് തൗബ ചെയ്യുക. 2, ചെയ്തു പോയതിന്റെ പേരിൽ ഖേദിക്കുക. ഖേദമുണ്ടാവണം. അടച്ചോനെ, ഞാൻ ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന ഖേദം നമ്മുടെ മനസ്സിലുണ്ടാവണം. 3, ആവർത്തിക്കാതിരിക്കുക. ഇനി അത്തരം തിന്മകളിലേക്ക് തിരികെ പോകരുത്. എന്നാൽ തൗബ സ്വീകരിക്കൂല. തൗബ സ്വീകരിക്കണമെങ്കിൽ ഇനി അത്തരം തെറ്റുകളിലേക്ക് മടങ്ങാതിരിക്കണം, തിരികെ പോകാതിരിക്കണം, ആവർത്തിക്കാതിരിക്കണം. 4 ഉപാധി പടപ്പുകൾ തമ്മിലാണെങ്കിൽ പൊരുത്തപ്പെടിക്കുക. സാമ്പത്തിക ഇടപാടാണെങ്കിൽ പ്രിയപ്പെട്ടവരെ തിരിച്ചു കൊടുക്കുക. അതിര് തിരക്കിയതാണെങ്കിൽ ആ വേലി ഇങ്ങോട്ട് തന്നെ തിരിച്ചു വെക്കുക. പരലോകത്ത് തെറ്റി വരാൻ പറ്റൂല. അന്യന്റെ നമുക്ക് അർഹതയില്ലാത്തത് കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് ഇന്ന് വരെ അറിഞ്ഞിട്ടില്ലെങ്കിലും നമുക്കും പടച്ചവനും അറിയാലോ. അത് തിരിച്ചു കൊടുത്ത്, അത് തിരികെ ഏൽപ്പിച്ച്, അല്ലെങ്കിൽ ഏൽപ്പിക്കാനില്ലെങ്കിൽ അയാളോട് പൊരുത്തപ്പെടിപ്പിച്ചുകൊണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ തൗബയിലേക്ക് നമ്മൾ മുന്നോട്ട് വരിക. വളരെ ആത്മാർത്ഥമായിട്ട് പറയണം. ഈ 4 ഷർത്ത് തൗബക്കുണ്ട്. ഒരു സഹോദരി സക്കാത്തുമായി ബന്ധപ്പെട്ട ഒരു സംശയം ചോദിച്ചു. എന്താ സംശയം എന്നോ? മരുമകൾ ഞങ്ങളുടെ മകളാണല്ലോ,
കല്യാണം കഴിച്ചു കൊണ്ടെന്നാണ്. ഞങ്ങൾ ചോദിച്ചിട്ടില്ലെങ്കിലും അവളുടെ അടുക്കൽ ഒരു 10-40 പവൻ ആഭരണമുണ്ട് എന്ന് തോന്നുന്നു, അതിൻ്റെ സക്കാത്ത് കൊടുക്കണ്ടേ? ആരാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്നാണ്. അവളുടെ വാപ്പയോ ഞങ്ങളോ? നിങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞു. ആ സഹോദരി കൃത്യമായിട്ട് ആ സക്കാത്ത് കണക്ക് കൂട്ടി അതിൻ്റെ സക്കാത്ത് കൊടുത്തു. പ്രിയപ്പെട്ടവരെ, 1 മാസം കഴിഞ്ഞപ്പോൾ ആ സഹോദരി മരിക്കുകയാണ്. ഞാൻ ആ ചോദ്യം ഇങ്ങനെ ചേർത്ത് വെച്ച് മനസ്സിലാക്കുകയാണ്. പരലോകത്തേക്കുള്ള ഒന്നും ബാക്കി വെക്കാതെ എല്ലാ സംശയങ്ങളും തീർത്ത് എല്ലാ ഇടപാടുകളും പടച്ചറപ്പിന്റെ പൊരുത്തം ആഗ്രഹിച്ച് ശരിപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഒരുക്കം നടത്തുന്നവരെ കുറിച്ച് എന്താണ് നമുക്ക് ചിന്തിക്കാനുള്ളത്? നമ്മൾ ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് വിനയത്തോടെ താഴ്മയോടെ ശാന്തമായി ഒഴിഞ്ഞിരുന്ന് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ വിശേഷിച്ചും പ്രിയപ്പെട്ടവരെ വബില്ലസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, അല്ലാഹുവിനോട് കൈ ഉയർത്തിക്കൊണ്ട് ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ടിരിക്കുക. റബ്ബ് കൈവിടില്ല, റബ്ബ് കൈവിടില്ല. അതാണ് നമ്മൾ അവസാനത്തെ 10 പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥന. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. പടച്ചോനെ, നീ മാപ്പ് നൽകുന്നവനാണ്, നീ മാപ്പ് തേടുന്നതിനെ ഇഷ്ടപ്പെടുന്നവനാണ്, അതുകൊണ്ട് എനിക്ക് മാപ്പ് നൽകണേ എന്ന് അല്ലാഹുവിനോട് നമ്മൾ പ്രിയപ്പെട്ടവരെ ഇഅ്തികാഫിലിരിക്കുമ്പോഴും ഖുർആൻ പാരായണത്തിൽ രാത്രി മുഴുകിയിരിക്കുമ്പോഴും ഒക്കെ ആത്മാർത്ഥമായി നമ്മൾ തേടിക്കൊണ്ടിരിക്കണമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചത്. ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. നിങ്ങളുടെ അപേക്ഷയില്ലാതെ, നിങ്ങളുടെ റിക്വസ്റ്റ് ഇല്ലാതെ, നിങ്ങളുടെ പ്രാർത്ഥനയില്ലാതെ എങ്ങനെയാണ് നിങ്ങളുടെ കാര്യങ്ങൾക്ക് പരിഹാരം കിട്ടുക? അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പടച്ചവനോട് നമ്മൾ കരമുയർത്തി പ്രാർത്ഥിക്കുക. കണ്ണീരോടെ അവൻ്റെ മുമ്പിൽ മനസ്സ് ചേർത്ത് നിന്ന് പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മുടെ തൗബയും ഇസ്തിഗ്ഫാറും സ്വീകരിക്കുമാറാവട്ടെ. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. أما بعد, ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഒരിക്കൽ കൂടി റബ്ബിൻ്റെ കൽപ്പനകളെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, വിട പറയാൻ നിൽക്കുന്ന റമദാനിനും ആഘോഷിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ഈദുൽ ഫിത്റിനുമിടയിലാണ് നമ്മളുള്ളത്. ഏത് കാര്യത്തിനും തുടക്കത്തേക്കാൾ പ്രധാനം യഥാർത്ഥത്തിൽ ഒടുക്കമാണ്. സമാപനം എന്നത് ഏറെ പ്രധാനമാണ്. ഏത് മത്സരങ്ങളായാലും അതിൻ്റെയൊക്കെ അന്തിമ വിധി, ഫൈനൽ റൗണ്ട്, ഫിനിഷിംഗ് പോയിന്റ് എങ്ങനെ എന്നതാണ് വിലയിരുത്തപ്പെടാറുള്ളത്. അതുകൊണ്ട് 25ഓളം ദിനങ്ങളിൽ റമദാനിൽ വിശുദ്ധി നിലനിർത്തി നമ്മൾ ജീവിച്ചുവെങ്കിൽ ഇനിയുള്ള 5 ദിനങ്ങൾ പ്രിയപ്പെട്ടവരെ അതിനേക്കാൾ ജാഗ്രതയിൽ നമ്മൾ ഒരുങ്ങി ഇറങ്ങിത്തിരിച്ച് നന്മകൾ സമ്പാദിക്കാൻ ശ്രമിക്കേണ്ടവരാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആ കൂട്ടത്തിൽ അവസാനം നമ്മൾ പള്ളികളിലാണ് കൂടുതൽ സഹവസിക്കേണ്ടത്. പള്ളികളിൽ ഇത്തികാഫിരുന്ന് ദിക്റ് ദുആകളിലും ഖുർആൻ പാരായണങ്ങളിലും മുഴുകേണ്ട സമയമാണ്, സന്ദർഭമാണ് ഇത് എന്നത് നമ്മുടെ ചിന്തയിലുണ്ടാവണം. ആത്മാർത്ഥമായി നമ്മൾ അത്തരം കാര്യങ്ങളിൽ ബന്ധപ്പെടണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. പ്രിയപ്പെട്ടവരെ, അതോടൊപ്പം സക്കാത്ത് റമദാനുമായി ബന്ധമില്ലെങ്കിലും റമദാൻ ഒരു കൊല്ലത്തെ കണക്കെടുപ്പിന് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് കൊണ്ടും സൗകര്യത്തിനും കൂടുതൽ പ്രതിഫലാർഹമായ നാളുകളായതുകൊണ്ടും നമ്മൾ സക്കാത്തിൻ്റെ വിഹിതം കൃത്യമായി കണക്ക് നോക്കി. എനിക്കത് കണക്കൂട്ടി എടുത്ത് പഴച്ചു എന്ന് പറയാൻ പറ്റൂല. കാരണം എന്താ വെച്ചാൽ സോഫ്റ്റ്വെയറുള്ള കാലഘട്ടമാണ്. നമ്മുടെ വരവണ്ട് അടിച്ചു കൊടുത്താൽ കൃത്യമായിട്ട് നമ്മൾ ഓരോന്നിനും കൊടുക്കേണ്ട 2.5, 5, 10% ഏതാണ് സോഫ്റ്റ്വെയറിന് കാണിച്ചു തരും. അത് അങ്ങനെ ലിങ്ക് ചെയ്താൽ അക്കൗണ്ടിൽ നിന്ന് നേരിട്ട് സക്കാത്ത് കമ്മിറ്റിയുടെ അക്കൗണ്ടിൽ പോരും. എനിക്കതിന് സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ ഇനി ഒരാൾക്കത് കണക്ക് കൂട്ടാൻ അറിയില്ലെങ്കിൽ അയാളുടെ പരലോകം പിടിച്ച് അയാൾ ആത്മാർത്ഥമായിട്ട്
ആ സക്കാത്തിന്റെ വിഹിതം പ്രിയപ്പെട്ടവരെ ടാക്സ്, GST, സെസ് ഒക്കെ നമ്മൾ വിലയിരുത്തി കൊടുക്കുന്നത് പോലെ കൃത്യമായി നമ്മളൊരാളെ സഹായം തേടിക്കൊണ്ടാണെങ്കിലും അത് നിർവഹിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അല്ലെങ്കിൽ സ്വർഗം നഷ്ടമാകും. അതൊരു വലിയ വിഷയമാണ്. GST കൊടുക്കാൻ മടിയില്ല. ഒരു ദോശ തിന്നാൽ, ഒരു ചോറ് തിന്നാൽ അതിന് വരെ സെസ്സും GSTയും കൊടുക്കുന്ന നമ്മൾ, പ്രിയപ്പെട്ടവരെ ടാക്സ് കൃത്യമായി പഞ്ചായത്തിലും വില്ലേജിലും അടക്കുന്ന നമ്മൾ, അള്ളാഹു പറഞ്ഞ ഈ 2.5% എന്തിനു മടി കാണിക്കണം? അതുകൊണ്ട് ഗൗരവത്തിൽ കാണുക. കണക്കെടുപ്പ് നടത്തി നമ്മുടെ ശരീരം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ഭക്ഷണം, നമ്മുടെ മക്കളുടെ ആഹാരം ഇതടക്കം ശുദ്ധീകരിക്കാൻ ആ സക്കാത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഗൗരവത്തിൽ കാണണമെന്നാണ് ഉണർത്താനുള്ളത്. രണ്ടാമത് പറയാനുള്ളത്, നമ്മുടെ മഹല്ലിലെ സക്കാത്ത് കമ്മിറ്റി സജീവമായി ആ കാര്യം തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ അതിൻ്റെ വരവ് ചെലവ് കണക്കുകളും കാര്യങ്ങളും കൃത്യമായി ഒരു ബുക്കിലെറ്റായി അടിച്ച് നിങ്ങളുടെ മുമ്പിൽ തന്നിട്ടുണ്ട്. എല്ലാ നല്ല മനസ്സുകളും നമുക്ക് നന്മ ആഗ്രഹിച്ചുകൊണ്ട് അതുമായി സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. രണ്ടാമത്തെ കാര്യം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തുൽ ഫിത്ർ തുഹറത്തുൽ ലിസ്സായിം വതുഅമത്തുൽ ലിൽ മസാകീൻ. സക്കാത്തുൽ ഫിത്റാണ്. ഫിത്ർ സക്കാത്താണ്. അത് സമ്പത്തിന്റെ സക്കാത്തല്ല, അത് തടിയുടെ സക്കാത്താണ്. നോമ്പുകാരൻ, നോമ്പെടുത്തവൻ നൽകുന്ന, അവന്റെ നോമ്പിന്റെ കുറവുകൾ പരിഹരിക്കപ്പെടുന്ന, അവന്റെ ശുദ്ധീകരണം ഉറപ്പുവരുത്താൻ കഴിയുന്ന, നോമ്പെടുക്കാത്തവരുടെ പേരിൽ വരെ നൽകേണ്ടുന്ന സക്കാത്തിന്റെ പേരാണ് സക്കാത്തുൽ ഫിത്ർ. തുഹറത്തുൽ ലിസ്സായിം, നോമ്പുകാരന്റെ ശുദ്ധീകരണം, പോരായ്മകൾ പരിഹരിക്കുന്നതാണ് സക്കാത്തുൽ ഫിത്ർ. വതുഅമത്തുൽ ലിൽ മസാകീൻ, അന്നാരും നാട്ടിൽ പട്ടിണി കിടക്കരുത്. അങ്ങനെ ഒരു നിർബന്ധം ഇസ്ലാമിന്റെ ആഘോഷവേളയിൽ ഉണ്ട്. സന്തോഷ ദിവസത്തിൽ ആരും പട്ടിണി കിടക്കരുത്. അതിന് സക്കാത്തുൽ ഫിത്ർ സഹായകമാവണം. റെയിൽവേ ട്രാക്കിൽ നിന്ന് ഒരു ജനാസ കണ്ടു, തല അറ്റുപോയ ഒരു ഡെഡ് ബോഡി. അതെടുത്ത് പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ ഒരു കുറിപ്പുണ്ടായിരുന്നു. ഈ നല്ല ദിവസത്തിൽ എൻ്റെ മക്കൾ പുതുവസ്ത്രം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പേരക്കുട്ടികൾ ബിരിയാണി വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, മാത്രമല്ല കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എങ്ങനെ നൽകാനാണ്? എന്നെക്കൊണ്ട് അവർക്ക് ഈ പെരുന്നാളിന്റെ ദിവസത്തിൽ ഒരു ബാപ്പയായിരുന്നിട്ട് പോലും ബാപ്പയുടെ നിസ്സഹായാവസ്ഥ, എനിക്ക് ജോലിയില്ലാത്തത് കൊണ്ട്, വരുമാനമില്ലാത്തത് കൊണ്ട് ആ കുട്ടികളോടത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ ജീവിതം അവസാനിപ്പിക്കുകയാണ്, എങ്ങനെ എൻ്റെ കുടുംബം പെരുന്നാൾ ആഘോഷിക്കും, എന്നെക്കൊണ്ട് സാധ്യമല്ലല്ലോ എന്ന് പറഞ്ഞ് അതിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന പിതാവിൻ്റെ ജനാസയുടെ കൂടെ കിട്ടിയ ഒരു കുറിപ്പിലെ വാചകമാണ് പ്രിയപ്പെട്ടവരെ അത്. ഒരു മഹല്ലിൽ താമസിക്കുന്ന ആ മഹല്ല് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തമാണ് ആ മഹല്ലിലുള്ള ഒരാളും അന്ന് പട്ടിണി കിടക്കരുത് എന്ന നിർബന്ധമുള്ളത് കൊണ്ടാണ് ഫിത്ർ സക്കാത്ത് ഇത്രത്തോളം അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തിയത്. ആഘോഷ ദിവസമാണ്, എല്ലാവരും ആഘോഷിക്കട്ടെ. ഭക്ഷണം കഴിക്കാൻ അനുവദിക്കപ്പെട്ട ദിവസമാണ് റമദാനിന് ശേഷം ശവ്വാൽ 1-ന്. എല്ലാവരും രുചികരമായ ഭക്ഷണം കഴിക്കട്ടെ. ഒരാൾക്ക് ഒരു വീതം 200 ഗ്രാം, ഏകദേശം ഇന്നത്തെ കിലോഗ്രാമിന്റെ അടിസ്ഥാനത്തിൽ വരും. അതിൻ്റെ അരിയുടെ വില കണക്കാക്കി നമ്മുടെ മഹല്ലിൽ നിശ്ചയിച്ചിട്ടുള്ളത് 100 രൂപയാണ്. ആ 100 രൂപ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും, നോമ്പെടുത്തവരാവട്ടെ, എടുക്കാത്തവരാവട്ടെ, ചെറിയ ഇന്നലെ പിറന്ന കുട്ടിയാവട്ടെ, വയോവൃദ്ധനായ കിടപ്പിലായ നമ്മുടെ വല്ലിപ്പയാവട്ടെ, അതല്ല വിദേശത്തുള്ള നമ്മുടെ സഹോദരനാവട്ടെ, അവർ അവിടെ കൊടുക്കുന്നില്ലെങ്കിൽ അവരെ കൂടി എണ്ണത്തിൽ ചേർത്ത് മുഴുവൻ ആളുകൾക്കുമുള്ള 100 രൂപയുടെ കണക്ക് നോക്കി മഹല്ല് കമ്മിറ്റി ഇന്ന് തന്നെ പ്രിയപ്പെട്ടവരെ ഫിത്ർ സക്കാത്തിന്റെ വിഹിതം ഏൽപ്പിക്കണം. ഇതിനൊക്കെയാണ് പള്ളിയും മഹല്ല് കമ്മിറ്റിയൊക്കെ. ഇതൊന്നും ശ്രദ്ധിക്കാതെ മഹല്ല് കമ്മിറ്റി സുഖമായിട്ട്, അതല്ലെങ്കിൽ ഖത്തീബ് ഉഷാറായിട്ട് ആളുകളുടെ എല്ലാ ഔദാര്യവും സ്വീകരിച്ച് പ്രിയപ്പെട്ടവരെ ധാർമ്മികമായി ചിന്തിക്കേണ്ടുന്ന, ഇസ്ലാമികമായി നടപ്പാക്കേണ്ടുന്ന സർക്കാരിന്റെ കാഴ്ചപ്പാടിൽ ഒരിക്കലും ഒരു വിലക്കുമില്ലാത്ത ഇസ്ലാം തുറന്ന മനസ്സോടെ നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ച ഈ സംഘടിത സ്വഭാവത്തെ എന്തുകൊണ്ട് മൂടിവെക്കണം? പാവപ്പെട്ട ഈ സമുദായത്തിലെ ആളുകളെ മാസപ്പിറവി കണ്ടാൽ വട്ടിയും കൊട്ടയും സഞ്ചിയും എടുത്തുകൊണ്ട് പണക്കാരന്റെ മുന്നിലൂടെ അവന്റെ ഗേറ്റിന്റെ മുന്നിൽ പോയി നിൽക്കുന്ന ദുരവസ്ഥക്ക് കാരണം നമ്മളാവില്ലേ എന്ന് നമ്മൾ ആലോചിക്കണം. ഇത് മഹല്ല് കമ്മിറ്റികളും പണ്ഡിതന്മാരും ആലോചിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് വ്യവസ്ഥാപിതമായി അൽഹംദുലില്ലാഹ് നമ്മുടെ മഹല്ലിൽ ഇത് നടന്നുകൊണ്ടിരിക്കുന്നു. സക്കാത്ത് സെല്ലും ഫിത്ർ സക്കാത്തും സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ഇന്ന് തന്നെ അതിൻ്റെ വിഹിതം നൽകുക, എല്ലാ അംഗങ്ങൾക്കും നൽകുക, എല്ലാ നോമ്പെടുത്തവരും കൊടുക്കുക. ആരാ കൊടുക്കേണ്ടത് എന്നാണ്? എല്ലാവരും കൊടുക്കണം. നോമ്പെടുത്തവരൊക്കെ കൊടുക്കണം. അന്നത്തെ അന്നം മിച്ചം വരുന്നവർ,
പെരുന്നാളിൻ്റെ അന്ന് ഭക്ഷണം കഴിച്ച് മിച്ചം വരുന്ന റേഷൻ വാങ്ങുന്നവർ വരെ ഫിത്ർ സക്കാത്ത് കൊടുക്കണമെന്നാണ് തുറന്ന് ആ വിഷയവുമായി ബന്ധപ്പെട്ട് സംവദിക്കാനുള്ളത്. അത് സംഘടിതമായി, അത് വ്യവസ്ഥാപിതമായി കൊടുത്തു തീർക്കേണ്ടതാണ്. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ ഒരു കാര്യം, ശവ്വാൽ 1 മാസപ്പിറവി ദൃശ്യമായാൽ, അല്ലെങ്കിൽ 30 തികഞ്ഞ് റമദാൻ 30 പൂർത്തിയാക്കി ശവ്വാൽ 1 വന്നാൽ, അല്ലെങ്കിൽ 29ൻ്റെ അന്ന് മാസപ്പിറവി ദൃശ്യമായാൽ, നമുക്കറിയാവുന്ന പോലെ 29 മാസപ്പിറവി കണ്ടാൽ ഈ ഏപ്രിൽ 10-ാം തീയതി ബുധനാഴ്ച പെരുന്നാളായിരിക്കും. ഇല്ലെങ്കിൽ 30 പൂർത്തിയാക്കി 11-ാം തീയതി വ്യാഴാഴ്ച പെരുന്നാളായിരിക്കും. എപ്പോഴാണ് എന്നത് നിങ്ങളും അറിയിപ്പ്, പ്രത്യേകിച്ച് നമ്മുടെ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അറിയിപ്പ് നിങ്ങൾ കാതോർക്കണമെന്നാണ് ഉണർത്താനുള്ളത്. മുസ്ലിങ്ങൾക്ക് 2 ആഘോഷമാണ് മുന്നിലുള്ളത്. അത് ചെറിയ പെരുന്നാളും ബലി പെരുന്നാളുമാണ്. ഖദ് അബ്ദലകുമുല്ലാഹു ബിഹിമാ ഖൈറൻ മിൻഹുമാ യൗമുൽ അദ്ഹ വൽ ഫിത്ർ. അന്ന് നാട്ടിൽ പ്രവാചകന്റെ കാലത്തും ഒരുപാട് ആഘോഷങ്ങളുണ്ട് മറ്റു സമൂഹങ്ങൾക്കിടയിൽ. പക്ഷേ മുസ്ലിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ആ ആഘോഷങ്ങളിലല്ല പങ്കെടുക്കേണ്ടത്, നിങ്ങൾ പങ്കെടുക്കേണ്ടത് ഈ 2 പെരുന്നാൾ ആഘോഷങ്ങളെയാണ്. ഈ ആഘോഷങ്ങൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വെറും ആഘോഷമല്ല, ആരാധനയാണ്. ആരാധന കൊണ്ട് അലങ്കൃതമാക്കിക്കൊണ്ട് നമ്മൾ ആഘോഷിക്കുന്ന ആഘോഷമാണ് ചെറിയ പെരുന്നാളും ബലി പെരുന്നാളും. തക്ബീറാണ് ആ ആഘോഷങ്ങൾക്ക് കൊഴുപ്പേകുന്നത്, ആനന്ദമേകുന്നത് എന്ന് നാം തിരിച്ചറിയുക. അതുകൊണ്ട് ഒരു പ്രത്യേക സ്ഥലത്ത് വർഷത്തിലൊരിക്കൽ നമ്മൾ ഒത്തുകൂടുന്ന പ്രത്യേക സമയത്ത് രാവിലെ 7 മണി ഈദ്ഗാഹ് മൈതാനി, പള്ളി ഒഴിവാക്കിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. കാരണം അതാണ് സുന്നത്ത്, അതാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മാതൃക. ഇന്നും വിദേശ രാജ്യങ്ങളിൽ ഈദ്ഗാഹ് മൈതാനികളിൽ പ്രത്യേകമായി വലയം ചെയ്യപ്പെട്ട ഗേറ്റ് സ്ഥാപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ചുറ്റു മതിലുകൾക്കുള്ളിലായിക്കൊണ്ട് വിശാലമായ ഈദ്ഗാഹ് കാണാൻ പറ്റും. അന്നു മുതലേ നടപ്പാക്കിയ സമ്പ്രദായമാണ്. അതുകൊണ്ട് പള്ളികളിൽ നിന്ന് മാറി കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ പ്രിയപ്പെട്ടവരെ മൈതാനത്താണ് സംഘടിപ്പിക്കേണ്ടത്. നമ്മുടെ ഗാലക്സി സ്കൂളിൻ്റെ മൈതാനത്ത് ഇൻഷാ അല്ലാഹ് ചെറിയ പെരുന്നാളിൻ്റെ അന്ന് കൃത്യം രാവിലെ 7 മണിക്ക് നേരത്തെ വെയിലുദിക്കുന്നതിന് മുമ്പ് ആ സമയത്ത് തന്നെ നമുക്ക് നമസ്കരിക്കണം. എല്ലാവരും കുടുംബസമേതം, വൃദ്ധരായ ആളുകളെയും കുട്ടികളെയും മാത്രമല്ല അശുദ്ധി ബാധിച്ച സ്ത്രീകളെയും വരെ അവർക്ക് പങ്കെടുക്കാൻ ആ പള്ളിൻ്റെ പുറത്ത് പറഞ്ഞത്. ആരും ഒഴിവാകരുത് എന്നുള്ളവർക്കാ. അവർ നമസ്കാരത്തിന് മാറിക്കണം, ഖുത്ബയിലും പ്രാർത്ഥനയിലും പങ്കെടുക്കണം അശുദ്ധി ബാധിച്ച സ്ത്രീകൾ. അങ്ങനെ എല്ലാവരും ആ ഒരു പ്രത്യേക ഖുത്ബ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ആ പ്രത്യേക രീതിയിലുള്ള നമസ്കാരത്തിന് എല്ലാവരും ഉണ്ടാവണം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. നേരത്തെ എഴുന്നേറ്റ് അലാറം വെക്കണം. നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് ഉള്ള പുതുവസ്ത്രം അണിഞ്ഞ് സുഗന്ധം പുരുഷന്മാരും കുട്ടികളും പൂശി അല്പം ഭക്ഷണം കഴിച്ച് തക്ബീർ ചൊല്ലിക്കൊണ്ടാണ് ഈദ്ഗാഹ് മൈതാനിയിലേക്ക് വരേണ്ടത്. ഇങ്ങനെ ചെയ്യുന്നവർക്കാണ്, അങ്ങനെ ആ തക്ബീർ ചൊല്ലി ആ ഖുത്ബ ശ്രവിക്കുന്ന ആ നമസ്കാരത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്കാണ് പെരുന്നാളിൻ്റെ ആഘോഷമുള്ളത്. അല്ലാതെ ബിരിയാണി വെക്കലല്ല പെരുന്നാൾ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ജാഗ്രത പാലിച്ച് ഇൻഷാ അല്ലാഹ് കൃത്യമായി ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ത്യാഗം സഹിച്ചുകൊണ്ടാണെങ്കിലും ഈ നന്മകളുടെ ഭാഗത്ത് ചേർന്ന് നിൽക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആത്മാർത്ഥമായി നമ്മൾ ഇനിയുള്ള മണിക്കൂറുകൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക. ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് മനമുരുകി പടച്ച റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നിരാശയുടെ ആഴങ്ങളിലേക്ക് പതിക്കുന്നവർക്ക് പ്രതീക്ഷയുടെ ആകാശം സമ്മാനിക്കാൻ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയ്ക്ക് കരുത്തുണ്ട്. മാത്രമല്ല അള്ളാഹുവിൻ്റെ വിധി പോലും മാറ്റിമറിക്കാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും. ലൈവായി പ്രാർത്ഥിച്ച് ഉത്തരം കിട്ടിയ ചരിത്രങ്ങൾ നിരവധി ഇസ്ലാമിക ചരിത്രങ്ങളിൽ പ്രവാചകന്റെ അധ്യാപനങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ട മണിക്കൂറുകളാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് എന്ന് നാം തിരിച്ചറിയുക. അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാവരുടെയും ചെറുതും വലുതുമായ പാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഖബറിൻ്റെയും നരകത്തിൻ്റെയും അദാബുകളിൽ നിന്ന് നമ്മയും നമ്മിൽ നിന്ന് മരണപ്പെട്ടവരെയും നമ്മുടെ മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളെയും നമ്മയും മരണപ്പെട്ടവരെയും അള്ളാഹു സ്വർഗത്തിൽ നിത്യവാസികളായി കഴിയാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. റമദാനിൽ നമ്മൾ ചെയ്ത എല്ലാ നന്മകളും പുണ്യങ്ങളും ദാനധർമ്മങ്ങളും നമ്മുടെ ഖുർആൻ പാരായണങ്ങളും
നമ്മുടെ ദിക്റുകളും സ്വലാത്തുകളും നമ്മുടെ നമസ്കാരങ്ങളും നമ്മുടെ നോമ്പുകളും തറാവീഹുകളും മറ്റു എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇനിയുള്ള റമദാനിൻ്റെ അവസാന ദിനങ്ങളിൽ വളരെ ആത്മാർത്ഥമായി പുണ്യങ്ങളിൽ മുഴുകി ഇനിയുള്ള ദിനരാത്രങ്ങളെ നമുക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനുള്ള ആയുരാരോഗ്യം അള്ളാഹു പ്രദാനം ചെയ്തു തരുമാറാവട്ടെ. നമ്മുടെ കച്ചവടങ്ങളിൽ, കൃഷികളിൽ, ജോലികളിൽ അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്തു തരുമാറാവട്ടെ. നമ്മുടെ കുടുംബങ്ങളിലും നാടുകളിലും നമ്മുടെ രാജ്യത്തും അള്ളാഹു സമാധാന, ശാന്തി, നിർഭയത്വം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിലുള്ള രോഗബാധിതരായ ഒരുപാട് സഹോദരങ്ങളുണ്ട്. ആ രോഗികളായ സഹോദരങ്ങൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാവട്ടെ. രോഗികളായി ഇങ്ങനെ ജുമാക്ക് അവസാന വെള്ളിയാഴ്ചയിലും പങ്കെടുക്കാൻ കഴിയാതെ നിരാശരായി കഴിയുന്നവർ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും ഹലാലായ സദുദ്യമങ്ങൾ അള്ളാഹു സാക്ഷാത്കരിച്ചു കൊടുക്കുമാറാവട്ടെ. ദുരിതമനുഭവിക്കുന്ന നമ്മുടെ ഫലസ്തീൻ മക്കൾക്ക് അള്ളാഹു സമാധാന, ശാന്തി, നിർഭയത്വം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, നിന്റെ അനുഗ്രഹീതമായ മഴ ഞങ്ങളുടെ മേൽ വർഷിപ്പിക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ ദമ്മിർ അഅദാഅനാ വഅഅദാഅദ്ദീൻ. اللهم شتت شمل الكافرين. اللهم مزق شمل الكافرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم أمتنا مع الإيمان والتوبة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.